കായംകുളത്ത് യുവതി പാമ്പുകടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് പാമ്പുകടിയേറ്റ ഇടമായ കൊറ്റുകുളങ്ങര പാഞ്ചേരിയിൽ പുരയിടത്തിൽ നാട്ടുകാർ ശുചീകരണ പ്രവർത്തനം നടത്തി. പ്രദേശത്ത് പാമ്പുകളുടെ സാന്നിധ്യം മുൻപ് ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. കായംകുളത്ത് യുവതിക്ക് പാമ്പുകടിയേറ്റതുമായി ബന്ധപ്പെട്ട സംഭവം നടന്ന സ്ഥലത്ത് നാട്ടുകാർ ശുചീകരണ പ്രവർത്തനം നടത്തി. കൊറ്റുകുളങ്ങര പാഞ്ചേരിയിൽ പുരയിടത്തിലായിരുന്നു സംഭവം നടന്നത്. ഈ ഭാഗത്ത് സ്ഥിരമായി പാമ്പിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുൻപും ഇവിടെ പാമ്പുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം പറമ്പ് വൃത്തിയാക്കിയെങ്കിലും കടിച്ച പാമ്പിനെ കണ്ടെത്താനായില്ല എന്നും പറയുന്നു. ചില ഇഴജന്തുക്കളെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 1.5 ഏക്കർ വരുന്ന പുരയിടത്തിൽ ആക്രി സാധനങ്ങൾ തള്ളുന്നതാണ് പ്രധാനമായും പാമ്പ് വരാൻ ഇടയൊരുക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഏതാണ്ട് ഒരു 3-4 മാസത്തിന് മുമ്പ് ഇതുപോലെ ആദ്യത്തെ വീട്ടിലിരുന്നപ്പോൾ സെറ്റിക്കകത്ത് അണലി കടന്നു. അങ്ങനെ കൈവച്ചപ്പോൾ അണലി കടിച്ചു. അങ്ങനെ അത് സംയോജിതമായി ഇടപെട്ട് നേരെ നൂർനാട് കൊണ്ടുപോയി അങ്ങനെ അതിനെ ചികിത്സിച്ചതുകൊണ്ട് ആ മരണം ഒഴിവായി. അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ പോകുന്നതും നടന്നു പോകുന്നതും ഈ ബൈക്കുകാർ പോകുമ്പോഴെല്ലാം ഈ റൂട്ടിൽ നല്ല രീതിയിലുള്ള അണലികളും ഇഴജന്തുക്കളും ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിന് മെയിൻ കാരണം 1, 2, 3 ഗോഡൗൺ ആക്രി ഗോഡൗൺ. ഇത് പല പ്രാവശ്യവും ഇവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞതാണ്, ഇവിടെ കൊണ്ടുവന്ന് ആക്രി ഇറക്കരുത്, ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഓണർ. പിന്നെ ഇവിടെയും ഇത് ഞങ്ങൾ തടഞ്ഞതാണ്. ഇവിടെയും ഈ ആക്രി ഇറക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കി കൊണ്ടുവന്നതാണ്. അങ്ങനെ ആൾക്കാരെല്ലാം ഇവിടെ തടഞ്ഞതിൻ്റെ പേരിൽ മാത്രമേ ഇവിടുന്ന് ഇപ്പോൾ ഒഴിവായി. പക്ഷേ ഈ ഇഴജന്തുക്കൾ ഇറങ്ങി വരുന്നതെല്ലാം ഈ ഗോഡൗണിൽ നിന്ന് തന്നെയാണ്. അതിന് ശരിയായ രീതിയിൽ ഇതിൻ്റെ അധികൃതർ നടപടിയെടുക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ശക്തമായി പറയുകയാണ്. ഇടജന്തുക്കളെ കൂടാതെ പറമ്പിൽ തെരുവ് നായശല്യവും രൂക്ഷമാണ്. പ്രദേശത്തെ കല്യാണ വീട്ടിലെത്തിയതായിരുന്നു സെലീന. വരന്റെ പിതൃ സഹോദരിയുടെ മകളാണ് മരിച്ച സെലീന. CDNet ന്യൂസ്, കായംകുളം.